താഴെ നീ പോയി എട്ടിക്കിടക്കുവാട്ടാ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. ഇറ്റ്സ് മീ മിറാക്കിൾ കപ്പിൾ. ഇപ്പം ഞാൻ ഇന്ന് ഒറ്റയ്ക്ക് എന്താണെന്നല്ലേ, സത്യം പറഞ്ഞാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു മീ. അതല്ല, ഇന്ന് ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസമാണ്. കാര്യം എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു കാർ എടുക്കുക എന്നുള്ളത്. പക്ഷെ ഒരാളിനെ അറിയിക്കാണ്ടാണ് ഞാൻ ഈ കാർ എടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പാത്തൂന് ഇത് അറിയത്തില്ല. മെയിനായിട്ട് പാത്തൂന് ആമിനാക്കുവാണ് സർപ്രൈസ് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയ്ക്ക് ശേഷം പാത്തൂനോടൊപ്പം നിന്നുകൊണ്ടൊരു വീഡിയോ ഞാൻ വരുന്നുണ്ട്. പാത്തൂനോട് പറഞ്ഞിരിക്കുന്നത് നമ്മൾ ഇവരെയും കൊണ്ട് പുറത്ത് പോകുകയാണ്, വീട്ടുകാരെയും കൊണ്ട് വീട്ടിലെത്തേക്ക് ഒരു സോഫ വാങ്ങിക്കാൻ പോകുകയാണെന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പാത്തു അത് വിശ്വസിച്ചിരിക്കുകയാണ്. പക്ഷേ ഉമ്മാക്ക് പാപ്പാക്ക് ഹിൻ്റുണ്ട് ഞാൻ കാർ എടുക്കുമെന്നുള്ള. അപ്പോൾ ആ വീഡിയോ എന്താണെന്നുള്ളത് കാണാം. ഇത് പാത്തൂനാണ് റിയൽ സർപ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോട്ട് പോകാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. ഇറ്റ്സ് മീ മിറാക്കിൾ കപ്പിൾ. അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു മീ. ഓക്കെ, പിന്നെ എൻ്റെ കുഞ്ഞാവ് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്തായാലും എല്ലാ ബർത്ത്ഡേക്കും നമുക്കല്ലേ എന്തെങ്കിലും വാങ്ങി തരുന്നത്. അപ്പോൾ വീട്ടിലത്തേക്ക് എന്തെങ്കിലും ഒരു സാധനം സർപ്രൈസ് ആയിട്ട് വാങ്ങിക്കാൻ ചോദിച്ചു. അപ്പോൾ പാപ്പ അടുത്തും ഉമ്മ അടുത്തും ഒന്നും പറയാണ്ട് നമ്മൾ വീട്ടിലത്തേക്ക് ഒരു സോഫ, വലിയ സംഭവമൊന്നുമല്ല, സോഫ അറിയാലോ, വീട്ടിന് ഏറ്റവും ഭംഗിയുള്ള. എല്ലാവരും വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾ പറയും വീട്ടിലൊന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മളൊരു സോഫ വാങ്ങിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പാപ്പ ഉമ്മ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല, പാപ്പ തിരക്കാരി വരത്തില്ല. ആമിനാടുത്ത് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്, ആമിനാക്കറിയാം, ഉമ്മാടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു സോഫ വാങ്ങിക്കാനായിട്ട് നമ്മൾ പോകും കേട്ടോ. റെഡിയാവെന്ന് പറഞ്ഞ് നമ്മൾ സോഫ വാങ്ങിക്കാൻ വേണ്ടി ഇവരെയും കൊണ്ട്, ഇവക്കും അറിയത്തില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ പോകുന്നത്. അഭിനയിക്കുന്നത് ഇവക്കും അറിയില്ല എന്നുള്ള രീതിയിൽ പോവാണ്. പിന്നെ നമ്മുടെ കൂടെ അദ്വൈത്, നമ്മുടെ കർമ്മിയായിരിക്കും വീഡിയോസും കാലൊക്കെ എടുക്കുന്നത്. കല്ലമ്പലത്താണ് നമ്മൾ പോകുന്നത്. കല്ലമ്പലത്ത് നമ്മുടെ കടുവപ്പള്ളിക്ക് അടുത്തുള്ള ഒരു ഷോപ്പുണ്ട്. അവിടെ ആകുമ്പോൾ കുറച്ച് റേറ്റിന് അഡ്ജസ്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ പോവുകയാണ്. അപ്പോൾ അത് വിശേഷം കാണണ്ടേ, ഫുൾ വീഡിയോ നിങ്ങൾ കാണണേ. അപ്പോൾ ഗൈസ്, പാത്തു ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഉമ്മാരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, ഉമ്മാടുത്തും പാപ്പാടുത്തും പറയാൻ വണ്ടി എടുക്കാൻ പോകാൻ പറ്റത്തില്ല. ഉമ്മച്ചിമാർക്ക് പറഞ്ഞു. ആമിനാക്കും പാത്തുവിനും മാത്രം അറിയത്തില്ല. ഇപ്പോൾ ഞാൻ പോകാൻ പോവുകയാണ്. സർപ്രൈസാണ്. അവർ സോഫ വാങ്ങിക്കാൻ പോകണമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ഓക്കെ, വരുന്നില്ലേ? പാത്തു അങ്ങനെ പോയി, പെട്ടെന്ന് കയറുക, പെട്ടെന്ന് കയറുക. ഓക്കെ, നമ്മളോടൊപ്പം വരുന്ന മറ്റാരുമല്ല, നമ്മുടെ കർമ്മിയുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങോട്ട് പോവാം. ഗൈസ്, നമ്മളിതാ എവിടെ പോണെന്ന് പറഞ്ഞിട്ടില്ല. ചുമ്മാ പറഞ്ഞ് ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞ കാക്കയുടെ കടയുണ്ട്. അപ്പൊ അവിടെ പോകണം. എന്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് അവർക്ക് സ്പെഷ്യൽ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞാൽ അവരെ കൊണ്ടുപോകണത് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, ഉമ്മ ബാക്കിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഉണ്ടായിരിക്കാൻ പോകുന്ന വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പൊ ശരി, വാപ്പായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ഗ്രീൻ ഹൗസിലോട്ട് പോവാം. ഫുഡൊക്കെ കഴിച്ചിട്ട് സമാധാനമായിട്ട് വരാം. ഓക്കെ അല്ലേ? ഓക്കെ, ബർത്ത്ഡേ സ്പെഷ്യൽ ഫുഡ് അടിക്കാൻ പോവാം. ഉമ്മച്ചിമാക്കുള്ളത് നമ്മൾ പാഴ്സൽ വാങ്ങിച്ചോണ്ട് വരും. ഓക്കെ, അപ്പൊ ശരി. അപ്പം ഉമ്മച്ചിമാരെ അത് കുഴപ്പമില്ല. ഉമ്മച്ചിമാർക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ട് വണ്ടി സ്ഥലമില്ലാത്തതാണ്. കല്ലമ്പലം എന്തൊരു തിരക്കാണ് അല്ലേ? പുതിയ റോഡ് വന്നാലേ കല്ലമ്പലത്തെ തിരക്ക് മാറത്തുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കല്ലമ്പലത്തെ തിരക്ക് മാറണമെന്നുണ്ടെങ്കിൽ കല്ലമ്പലം അല്ലാതാവണം. അങ്ങനെ കല്ലമ്പലം അല്ലാതാവണമെന്നുണ്ടെങ്കിൽ കല്ലമ്പലം ആവണം. ഈ വണ്ടിയൊക്കെ ഇങ്ങനെ ഒതുക്കിയിടാതിരുന്നേരാവുമായ റോഡിന്റെ സൈഡിൽ ഇവിടെ നിർത്തി നോക്കിയാണ്. മാവുമായ റോഡ് നടുക്കൂടെ നടക്കുന്നത്. ഒന്ന് ഒതുക്കി കിടന്നൂടെ? കഷ്ടമാണല്ലേ. ശരിയാ, ഇവന്മാർ റോട്ടിൽ വണ്ടി ഓടിക്കുന്ന നടന്നു നോക്കിക്കൂടെ? ഇവന്മാർ റോട്ടിൽ വണ്ടി ഓടിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മൾ എത്തി. അപ്പോൾ എന്തായാലും ഒരുപാട് സമയം നമുക്ക് ഇനിയുണ്ട്. നമ്മൾ പറഞ്ഞ സമയമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പറഞ്ഞ സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മണിക്ക് ചെല്ലാന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് 5:30 മണിയേ ആയിട്ടുള്ളൂ. നമുക്ക് ഇനിയും സമയമുണ്ട്. ഇത് കഴിയാൻ പറ്റും എന്നല്ലേ? മുക്കാൻ തന്നെ എനിക്ക് വളച്ചു തരാം. വളയ്ക്കാം. ഇത് പറ്റില്ല, ആൾക്കൂട്ടോടെ വളയ്ക്കണോ? വളയ്ക്കാം. വളയ്ക്കാം. മക്കാൻ വരെ പോകാനുണ്ട്. ഇവിടെ അതിൻ്റെ ആയോട് വളയ്ക്കാം. വളച്ച് തിരിച്ചു തരാം. ഇല്ല, വളയ്ക്കാന്ന് മക്കാൻ പോവാം. താഴെ നീ പോയി ബാക്കിൽ വണ്ടി ഒന്നുമില്ലല്ലോ. നടന്നു പോയാലെങ്കിൽ
പാത്തു നടന്നു ചോദിച്ചാ ആക്ച്വലി നമ്മൾ വന്നത് കാറെടുക്കാനാണ് ചുമ്മാ ഏതാണോ ചുമ്മാ അങ്ങോട്ടല്ലേ പോണല്ലേ അങ്ങോട്ടല്ലേ അവള് കണ്ട് സോഫ വാങ്ങിക്കാൻ വന്നതാണ് ആക്ച്വലി നമ്മൾ സോഫ വാങ്ങിക്കാൻ വന്നതാ. അപ്പോൾ അവിടെ സമയമുണ്ട്. അപ്പോൾ ഞാൻ കാർ നോക്കിയിട്ട് പോവാ പാത്ത് വിചാരിച്ച് കാർ എടുക്കാൻ വന്നേടത് വിചാരിച്ചാ അവിടുന്ന് സോഫ എടുക്കാൻ ഉമ്മ കിട്ടിയില്ലേ ഇല്ല ഉമ്മ കൺഫ്യൂഷൻ ആയി കാറാണല്ലോ അവിടെ അമ്മ നോക്കിയില്ല പറഞ്ഞപ്പോ സോഫ അവിടെ കണ്ട് അപ്പൊ ഞാൻ മനസ്സിലായല്ലേ സോഫ ഇവരുടെ തന്നെ അപ്പുറത്തുണ്ട് ചക്രയുടെ അപ്പുറത്തുണ്ട് അതാണ് നേരത്തെ പറഞ്ഞത്. ഗൈസ് തൽക്കാലം കട്ട് ചെയ്യണം അങ്ങോട്ട് പോവാം. ആക്ച്വലി അപ്പോൾ നമ്മളിപ്പോൾ എടുക്കുന്ന ഒരു സെക്കൻഡ് കാറാണ്. അപ്പോൾ സെക്കൻഡ് കാർ ആയതുകൊണ്ട് തന്നെ വണ്ടി നീറ്റാണ്, ഓക്കെയാണ്. പക്ഷേ നമ്മുടെ കാറൊന്ന് പോളിഷൊക്കെ ചെയ്യാനായിട്ട് കൊണ്ടുപോയതാണ്. ആ സമയത്ത് ഇച്ചിരി ലേറ്റായി. അതുകൊണ്ട് ഞാൻ പാത്തുവിൻ്റെ അടുത്ത് പറഞ്ഞ് വീണ്ടും ഞാനൊന്ന് മാറ്റി പറഞ്ഞ് നമ്മൾ സോഫ എടുക്കാൻ തന്നെ വന്നതാണെന്നോ എന്തോ ഭാഗ്യത്തിൽ നമ്മൾ ഈ കാർ എടുക്കാൻ പോയ ഷോപ്പിൻ്റെ തൊട്ടപ്പുറത്തൊരു സോഫയെ കൊടുക്കുന്നൊരു ഷോപ്പുണ്ട്, അവിടെ വന്നതല്ലേ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ് സോഫ എടുക്കാൻ വന്നതാണ്. സോഫ കൊണ്ടുവരുന്ന വണ്ടി പുറത്തവിടെ പോയിരിക്കുന്നു, അത് വരും വരെ ഇവിടെ ഇരിക്കാം, ഇതും അവരത് തന്നെയാണ്, നമുക്ക് ഇവിടെ തൽക്കാലം ഇവിടെ ഇരിക്കാം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് പറ്റിച്ച് വീണ്ടും ഇവിടെ തന്നെ എടുത്തിരിക്കുകയാണ്. പാത്തുമൊക്കെ ഇപ്പോഴും വിചാരിച്ചിരിക്കുന്ന സോഫ വാങ്ങിക്കാൻ വന്നാൽ അവസാനം ഞാൻ കാർ എടുക്കാൻ വന്നതാണെന്ന് സത്യം പറഞ്ഞിട്ട് പോലും വിശ്വസിക്കത്തില്ല കേട്ടോ. നിങ്ങൾ കണ്ടു നോക്ക്. നമ്മൾ ഈ വണ്ടി എടുത്ത് നമ്മൾ ഈ വണ്ടി എടുത്ത് സീരിയസ് ആയിട്ട് ഈ വണ്ടി എടുത്തെന്ന് അതിന്റെ കലശലൊക്കെ മൂടാനുള്ള അവിടെ വന്നപ്പോഴും അവിടെ പറഞ്ഞു നല്ല വണ്ടിയെന്ന്. അവന ഇഷ്ടപ്പെട്ടാ എല്ലാം വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നമ്മൾ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ സ്വന്തം പുതിയ പോളോ TDI കാറ്. ഞെട്ടിക്കിടക്കുവാട്ടാ, പാത്തു ആകെ ഞെട്ടി തകർന്നിരിക്കുവാണ്. ഫസ്റ്റ് ലെവല് ഒരു പടി മേളിൽ നമ്മൾ കാല് വെച്ച്
ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഒരു വണ്ടി എടുക്കുക, അതും ആഗ്രഹിച്ച വണ്ടി എടുക്കുക എന്നുള്ളത്. അങ്ങനെ ഫസ്റ്റ് ലെവൽ എടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ വണ്ടി തുറക്കാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന കല്ലമ്പലം കടുവാപ്പള്ളിയിലുള്ള ആട്ടോ ആർക്കേഡ്സിലാണ്. നമ്മൾ ഇവിടെ നിന്നാണ് നമ്മുടെ കാർ എടുക്കുന്നത്. നമ്മുടെ സെക്കൻഡ് കാറൊക്കെ അത്യാവശ്യം സെക്കൻഡ് കാർസ് എന്നുള്ള പ്രീമിയം കാർസും ഒക്കെ ഇവിടെ കിട്ടുന്നതാണ്. സോ അപ്പം ഇപ്പോൾ പേരെന്ത് വരുന്നത്? റാഫിസ്. അപ്പോൾ നമ്മളിവിടെ നിന്നാണ് നമ്മുടെ കാർ പോളോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇവരുടെ നമ്പർ കാർഡ് കമൻറ്റ് ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് വണ്ടി എടുക്കാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ വന്നാൽ മതി, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. കോൺടാക്ട് ചെയ്യാൻ നല്ല വിലക്കുറവിൽ അത്യാവശ്യം കിടിലം വണ്ടികളൊക്കെ ഇവിടെ കിട്ടും. ആ പുറത്ത് കിടപ്പുണ്ട്, കാണിച്ചിട്ട് താറ് കിടപ്പുണ്ട്, റീസ കിടപ്പുണ്ട്, ജാസ് കിടപ്പുണ്ട്, സിയാസ് കിടപ്പുണ്ട്, പിന്നെ ആൽട്രോസ് കിടപ്പുണ്ട്, ഒരുപാട് കാറ് കിടപ്പുണ്ട്. അപ്പോൾ ഏതെങ്കിലും വണ്ടി നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വന്നാൽ മതി. പക്ഷെ പോളോ നോക്കേണ്ട, അത് ഞാൻ എടുത്തു. വേറെ പോളോ കിടപ്പുണ്ട് എനിക്കൊന്നുമില്ല. അങ്ങനെ ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു ഒരു കാർ എടുക്കുക എന്നുള്ളത്. നല്ലൊരെണ്ണം. അങ്ങനെ വാപ്പാരയിലും ഉമ്മാരയിലും ആ വണ്ടിയുടെ കീയും വണ്ടിയുടെ ബുക്കും പേപ്പറും ഒക്കെ ഞാൻ ഏൽപ്പിക്കുകയാണ്. അത് വാപ്പായും ഉമ്മായും വാങ്ങി അത് അവരുടെ അനുഗ്രഹത്തോടെ എനിക്കവർ തരുവാണ്. അത് ഞാൻ പാത്തുവിനും അതേപോലെ തന്നെ എൻ്റെ അനിയത്തി ആമിനാക്കും ഞാനത് കൈമാറുവാണ്. ഭയങ്കര സന്തോഷമുണ്ട് ഈ ഒരു മൊമെൻറ്റിലോട്ട് എത്തിച്ചേരാൻ പറ്റിയില്ല. ഇനി നമുക്ക് നമ്മുടെ വണ്ടി നമുക്കിവിടെ എല്ലാവരും മുമ്പ് റിവീൽ ചെയ്യാം. നിങ്ങൾക്ക് അറിയാം വണ്ടി അതാണെന്ന്. എങ്കിലെന്താ നമ്മുടെ അത്രയേറെ മനസ്സിൻ്റെ സന്തോഷത്തോടെ നമ്മൾ ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് നേടിയ ആ ഒരു മുതലിനെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ റിവീൽ ചെയ്യാൻ പോവുകയാണ്. അത്രയേറെ സന്തോഷം. കാര്യം നിങ്ങളുടെ സ്നേഹത്തിനും അതുപോലെ സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. കാര്യം ഒത്തിരി വർഷത്തെ ആഗ്രഹമാണ്. നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെടുന്ന എന്ത് നേടാൻ പറ്റുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഇതാ ഈ കിടക്കുന്ന മുതൽ. അപ്പോൾ നമ്മുടെ ആഗ്രഹം അങ്ങനെ നടപ്പിലാക്കി. ഇനി നമുക്ക് ഈ വണ്ടിയൊക്കെ ആയിട്ട് നേരെ വീട്ടിൽ പോകണം. വീട്ടിൽ നമ്മുടെ 2 ഫ്രണ്ട്സ് വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ. കാണിച്ചു തരാം. ഇരിക്കാൻ പറ്റ അപ്പോൾ മറ്റൊന്നുമല്ല, കാണുന്നവർക്ക് ചിലപ്പോൾ കുറച്ച് പേർക്കൊക്കെ മനസ്സിലാവും. കാര്യം ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ള വിശ്വാസങ്ങളാണല്ലോ. ചിലർ നാരങ്ങ വെച്ചിട്ട് വണ്ടി ഇറക്കും, ചില ആളിൽ പള്ളി വെച്ചിട്ട് കൊണ്ട് വെഞ്ചരിപ്പിക്കും, അതുപോലെ അല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന് എന്തെങ്കിലും കിട്ടും. അപ്പം നമ്മുടെ വിശ്വാസപ്രകാരം ഞാനൊരു ഫാത്തിഹ ഓതി പടച്ചവൻ്റെ അടുത്ത് തന്ന അനുഗ്രഹങ്ങൾക്ക് ദുആ ചെയ്ത് നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി പുറത്തോട്ട് ഇറക്കുന്നത്. മറ്റൊന്നല്ല, ഓരോരുത്തരുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് മാത്രം. അപ്പോൾ എല്ലാവരുടെ അനുഗ്രഹത്തോടെ അത്രയും സന്തോഷത്തോടെ ഞാൻ ഈ വണ്ടി എടുക്കുവാണ്. അറിയാണ്ടിക്കൊക്കെ ഞാൻ ഒരു സർപ്രൈസ് കേക്ക് കർമ്മയിലൂടെ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ ഗസ്റ്റായിട്ട് ഇതാ സ്വാതിയുടെ ഒരു ഫ്രണ്ടും ഉണ്ട്. അപ്പോൾ അവളുടെ വാവക്കുട്ടിയുണ്ട്. കേക്ക് ഓപ്പൺ ആക്കുമെന്ന് കേക്ക് കാണണ്ടേ. ഞാൻ ആളോട് പറഞ്ഞിട്ട് ഒരു നല്ലൊരു തീമിന് വേണ്ടി ചെയ്യാനാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പം 24 ഇത് കേക്കിന്റെ ആരാണെന്ന് നമ്മൾ മെൻഷൻ ആക്കിയേക്കാം കേട്ടോ താഴെ. ആ കർമ്മി ഇക്ക വരൂ. അനക്കുള്ള സർപ്രൈസ് കേക്ക് വന്നിട്ടുണ്ട്. ഇഷ്ടായോ? എന്റെ ബർത്ത്ഡേ ഡേറ്റ് ഇതൊക്കെ വെച്ചിട്ട് വന്നിരിക്കുന്നതാ. എടുത്തു വെച്ചോ. താങ്ക് യു. ഇങ്ങോട്ട് സ്വാതി വന്നപ്പോ എനിക്ക് കുറച്ച് സാധനങ്ങളും കേക്ക് ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഒരു കേക്കും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാന് പുതിയ കാറൊക്കെ എടുത്ത് തിരിച്ചു വരുന്ന വഴിക്കാണ് ദാണ്ട സ്വാതി വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരുന്നെന്ന്. അങ്ങനെ സ്വാതി ഉണ്ട്, ദാണ്ട അഞ്ജനയുണ്ട്. ഒരു കേക്ക് സ്വാതി വാങ്ങിച്ചോണ്ട് ഹാപ്പി ബർത്ത്ഡേ പെട്രാക്സ് മൂവി. എനിക്ക് വയ്യ. പ്ലസ് പാത്തുവിന്റെ ആ ഗിഫ്റ്റ്, അടുത്തൊരു കേക്ക്. സന്തോഷം, ഭയങ്കര സന്തോഷം. പാപ്പാണ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കേക്ക് മുറിക്കാൻ കറങ്ങിയുണ്ട്, എല്ലാവരും ഉണ്ട്. വേണ്ട
അത് ഇരിക്കൂല. അതൊക്കെ ഇത് നോക്കിയാലേ ഇത് നോക്കിയാൽ നാളേക്ക് ഫസ്റ്റ് എടുത്തു കൊടുക്ക്. തിരിച്ചു കൊടുക്കട്ടെ, അമ്മാക്ക് വിട്. വായി പറ്റിയില്ല. അപ്പൊ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ. ബലൂൺ പോണം. എങ്ങനെയുണ്ട് കേക്ക്? കൊള്ളാല്ലേ? നല്ല രസമുണ്ട്. ചോദിക്ക് കൊടു. ആ ഫോൺ വാങ്ങിച്ചേ. ഉമ്മച്ചിമാർക്ക് കൊടുത്തിട്ടില്ല. ഉമ്മച്ചിമാർക്ക് കൊടുത്തു. ഹാപ്പി ബർത്ത്ഡേ. എടുത്തോ. പിന്നെ ഇനി രണ്ടാമത്തെ കേക്ക് കട്ട് ചെയ്തോ. ഈ വളം ഉണ്ടെന്ന് വിചാരിച്ചു വളം വെച്ചത് കഴിക്കുക. അപ്പൊ ഇത് നമ്മ സ്വാതി കൊണ്ടുവന്നതാണ്. സ്വാതിയുടെ ബർത്ത്ഡേ കേക്ക് ഇവിടെ മുറിക്കാം. പെട്രാക്സ് ഹാപ്പി ബർത്ത്ഡേ പെട്രാക്സ്. ഹാപ്പി ബർത്ത്ഡേ. എന്തൊരു കേക്കൊന്നും അപ്പ കൂടാ സാധനം. അപ്പൊ ഇക്ക് കാത്തിരുന്ന സാധനം വന്നിട്ടുണ്ട്. കുറെ നാളുടെ റൂമിൽ ഇരിക്കണം. എന്നോട് ചോദിച്ചു എന്തിനാണ് എന്റെ ആവശ്യം, ഞാൻ പറഞ്ഞില്ല. ഓപ്പൺ ചെയ്തോ. ഇതെന്തിനാണ്? കപ്പങ്ങാനാണോ? ആ കപ്പായിരിക്കും. കപ്പല്ലേ ഞാൻ സാധാരണ തരാൻ. തോന്നുന്നു ഷൂ അങ്ങനെയാണോ? പാവല്ലോ. ഇഷ്ടായോ? പൊളി പൊളി കണക്കാവോ? ഇഷ്ടപ്പെട്ടേക്കാ? യെസ്. താങ്ക് യു. ഫുഡ് വാങ്ങി. പാപ്പാടെ വക ബ്രോസ്റ്റും എന്റെ വക. ഇതെനിക്കറിയാം. അവരെ എല്ലാ വർഷവും തരുന്ന ഒരേ സാധനമാണ്. എല്ലാ വർഷവും തരുന്ന ഒരേ സാധനം ഡയറി മിൽക്ക്. താങ്ക് യു അവനെ. എവിടെ ബർത്ത്ഡേ ആയിട്ട് അന്വേഷിച്ച് വന്ന് കേക്കൊക്കെ കൊണ്ടുവന്ന നമ്മുടെ സ്വാതിക്കും അഞ്ജനയ്ക്കും പിന്നെ രാവിലെ മുതൽ എന്നും എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാത്തിനും നിൽക്കുന്ന കർമ്മിക്കും വാപ്പാക്കും ഉമ്മാക്കും ഉമ്മച്ചിമാക്കും പിന്നെ പാത്തുവിനും സർപ്രൈസായിട്ട് കൊണ്ടുവന്ന പാത്തുവിനും ഇല്ലാത്ത പൈസയ്ക്കും മുട്ടായി വാങ്ങിച്ചുകൊണ്ട് വന്ന ആമനാക്കും എല്ലാവർക്കും പിന്നെ എൻ്റെ ബർത്ത്ഡേക്ക് തിരക്കി വന്ന് ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ ദൊരിമോക്കും എല്ലാവർക്കും ഗൈസ് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ബർത്ത്ഡേ വിഷ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. സോ അപ്പോൾ നമ്മുടെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അടുത്ത വീഡിയോ കാണുമ്പോൾ ബൈ ബൈ ടാറ്റ.